നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുർബാനകൾ കേവലം നാടകങ്ങൾ മാത്രമാണ്. അവരുടെ കുർബാനകളോ പെരുന്നാളുകളോ കൂദാശകളോ വാലിഡല്ല. കാരണം സഭയുടെ തലവനായ പത്രോസിന്റെ പിൻഗാമിയായ പരിശുദ്ധ യാക്കൂബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനെ 1975 മുടക്കിയിട്ടുള്ളതാണ്. ആ മുടക്ക് ഇതുവരെയും മാറിയിട്ടില്ല. അതുകൊണ്ട് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുർബാനകളും കൂദാശകളും മറ്റെല്ലാ ചൊൽക്കാഴ്ചകളും കേവലം കെട്ടുകാഴ്ചകൾ മാത്രമാണ്. അതൊരിക്കലും പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ പൂർത്തീകരിക്കപ്പെടുന്ന സഭയുടെ ഔദ്യോഗിക കൂദാശകളല്ല, കേവലം അവതരണങ്ങൾ മാത്രമാണ്. ഈ സത്യം പറയുവാൻ പലപ്പോഴും യാക്കോബായക്കാർ പോലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിലും മറ്റു ബന്ധങ്ങളുടെ പേരിലും അവർ പലപ്പോഴും വൈമനസ്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ചിങ്ങവനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സേവോറിയോസ് എന്ന മെത്രാച്ചന്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന വൈദികരും നടത്തുന്ന കുർബാനകൾ വാലിഡല്ല, ആ കൂദാശകളും വാലിഡല്ല, അദ്ദേഹവും മുടക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്ന കൂദാശകളും കുർബാനകളും ഇതര ശുശ്രൂഷകളും മുടക്കപ്പെടാത്ത ശരിയായ പൗരോഹിത്യമുള്ള, കറയില്ലാത്ത പൗരോഹിത്യമുള്ള ഒരു പുരോഹിതനിൽ നിന്ന് സ്വീകരിക്കുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഏതായാലും നിങ്ങൾ കൂദാശകൾ സ്വീകരിക്കുകയാണ്, അപ്പോൾ അത് ഉറപ്പുവരുത്തുക അത് യഥാർത്ഥത്തിൽ അപ്പോസ്തലിക പിന്തുടർച്ചയും അപ്പോസ്തലിക പാരമ്പര്യവും യഥാർത്ഥ കൈവപ്പും യഥാർത്ഥ പൗരോഹിത്യവും ഉള്ള സഭയിൽ നിന്ന്, അത്തരത്തിലുള്ള സ്ഥാനികളിൽ നിന്നാണ് നിങ്ങളത് സ്വീകരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. വ്യാജ ഉൽപ്പന്നങ്ങളിൽ നിന്ന് അകന്നിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.